ഗരുഡൻ അമൃത കലശത്തോട് സമീപിച്ചു. ആദ്യം അവിടെ നിന്ന വിശ്വകർമാവുമായി എതിരിട്ടു. വിശ്വകർമാവ് ക്ഷീണിച്ച് വശം കെട്ട് വീണു. ഗരുഡന്റെ ചിറകടികൾ നിമിത്തം പൊടിപടലങ്ങൾ ഉയർന്ന് ആർക്കും ഒന്നും കാണാൻ പാടില്ലാതായി. ദേവന്മാരും ഇന്ദ്രനും ഗരുഡനോട് എതിരിട്ടു. സൂര്യചന്ദ്രന്മാർ പോലും ഗരുഡനെതിരായി അണിനിരന്നു. ഗരുഡൻ അവരെയെല്ലാം തോൽപ്പിച്ചു. അതിന്റെ ശേഷം പക്ഷി അമൃതകലശം വച്ചിരുന്ന പ്രത്യേക സ്ഥലത്ത് പ്രവേശിച്ചു. അമൃതകലശത്തിന് ചുറ്റും ഉഗ്രമായ 2 ചക്രങ്ങൾ കറങ്ങിക്കൊണ്ടിരുന്നു. അമൃത് ഹരിക്കുന്നവരെ ആ ചക്രങ്ങൾ അറുത്തു മുറിച്ചു കളയും. ആ ചക്രങ്ങളെ ചുറ്റി ഒരു ഘോരയന്ത്രം ഘടിപ്പിച്ചിരിക്കുന്നു. ചക്രങ്ങളുടെ താഴെ തീനാമ്പുകൾ പോലെയുള്ള നാവുകളുമായി വക്രം പിളർത്തിക്കൊണ്ട് ജ്വലിക്കുന്ന നേത്രങ്ങളോടുകൂടിയ 2 കൂറ്റൻ പാമ്പുകളുണ്ട്. അവയുടെ നോട്ടം ഏറ്റാൽ തന്നെ വിഷം കയറി മരിക്കും. അവ ഒരിക്കലും കണ്ണടയ്ക്കാറില്ല. ആ കണ്ണുകളിൽ പൊടിപടലം അടുപ്പിച്ച ശേഷം അവയുടെ നടുഭാഗം കൊത്തിയറുക്കുകയും ആ പഴുതിൽ കൂടി ഒരു സൂക്ഷ്മരൂപിയായി ഗരുഡൻ സുധാകലശത്തോട് സമീപിക്കുകയും ചെയ്തു. അവിടെ സംഘടിപ്പിച്ചിരുന്ന യന്ത്രവും ചക്രങ്ങളും നശിപ്പിച്ച ശേഷം ഗരുഡൻ അമൃതകലശം കൊത്തിയെടുക്കുകയും സൂര്യപ്രഭയെ മറച്ചുകൊണ്ട് ആകാശത്തിൽ ഉയരുകയും ചെയ്തു. ഈ ഉഗ്രകർമ്മം കണ്ട് സന്തുഷ്ടനായ വിഷ്ണു ഗരുഡനെ അടുക്കൽ വിളിച്ച് എന്തെങ്കിലും വരം ചോദിച്ചു കൊള്ളുവാൻ ആജ്ഞാപിച്ചു. വിഷ്ണു തന്നെ വാഹനമാക്കി സ്വീകരിക്കണമെന്നും അമൃത് ഭക്ഷിക്കാതെ തന്നെ തനിക്ക് അമരത്വമുണ്ടാകണമെന്നും ഗരുഡൻ അപേക്ഷിച്ചു. ആ 2 അപേക്ഷകളും വിഷ്ണു അംഗീകരിച്ചു.